ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ ബാക്കിയുള്ള കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് വനവും കൃഷിയും എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഇത് ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം ഇടുക്കി ജില്ലയിലാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതാണ്? വരയാട്. വരയാടിനെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രത്യേകമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ജീവി. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളമാണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രാദേശികമായി സൈരന്ധ്രി വനം എന്ന് അറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? പ്രാദേശികമായി സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലി. സൈലന്റ് വാലി ഇത് പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത്? ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല എന്ന് പറയുന്നത് അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോലയാണ്. പാമ്പാടുംചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. പാമ്പാടുംചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. പറമ്പിക്കുളം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. മഴനിഴൽ പ്രദേശത്തുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിന്നാറാണ്. ചിന്നാറ്. മഴനിഴൽ പ്രദേശത്തുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാറാണ്. അത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നമ്മൾ 2 എണ്ണം പഠിച്ചു. ഇരവികുളവും പഠിച്ചു, അതുപോലെ തന്നെ ചിന്നാറും പഠിച്ചു. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതമാണ് ഈ ചിന്നാർ എന്ന് പറയുന്നത്. ചിന്നാർ എന്ന് പറയുന്നത് നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ആറളമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറളമാണ്. തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറാണ്. അപ്പോൾ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളമാണ്. തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നെയ്യാറാണ്. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. അരിപ്പ വനപ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? തിരുവനന്തപുരമാണ്. അരിപ്പ വനപ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരമാണ്. നെക്സ്റ്റ്, കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരാണ്. നെക്സ്റ്റ് പോയിന്റ്, ഡോക്ടർ സലിം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തട്ടേക്കാടാണ്. തട്ടേക്കാടാണ് ഡോക്ടർ സലിം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ കരിമ്പുഴയാണ്. അത് മലപ്പുറം ജില്ലയിലാണ്. കരിമ്പുഴയാണ്. അത് മലപ്പുറം ജില്ലയിലാണ്. അതായത് കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിമ്പുഴയാണ്, മലപ്പുറം ജില്ലയിലാണ്. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗളവനം പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം.
മംഗളവനം പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം. നെക്സ്റ്റ് പോയിന്റ്, മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരാണ്. അപ്പോൾ 2 പോയിന്റ്സ് ആണ് നമ്മൾ കണ്ണൂരിൽ പഠിച്ചത്. ഒന്ന്, കൊട്ടിയൂർ വന്യജീവി സങ്കേതം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് കണ്ണൂരാണ്. 2, മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അതും കണ്ണൂർ തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിൽ ഒരു പ്രത്യേക ചെടിയുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന സങ്കേതം. കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഒരു പ്രത്യേക ചെടിയുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രമാണ്. നെക്സ്റ്റ് പോയിന്റ്, വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമരകം ആണ്. കോട്ടയം ജില്ലയിലാണ് അതുള്ളത്. അതായത് വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കുമരകമാണ്. കുമരകം കോട്ടയം ജില്ലയിലാണ്. നെക്സ്റ്റ് പോയിന്റ്, കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇനി കേരള സംസ്ഥാന ജൈവകൃഷി നയം അവതരിപ്പിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 2010. കേരള സംസ്ഥാന ജൈവകൃഷി നയം അവതരിപ്പിച്ച വർഷം 2010. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത് 1961. കേരള സംസ്ഥാന ജൈവകൃഷി നയം അവതരിപ്പിച്ചത് 2010. നെക്സ്റ്റ് പോയിന്റ്, 1975 സ്ഥാപിതമായ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിലെ പീച്ചിയിലാണ്. 1975 സ്ഥാപിതമായ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരിലെ പീച്ചിയിലാണ്. നെക്സ്റ്റ് പോയിന്റ്, വനനശീകരണം തടയാനും വൃക്ഷ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനുമായി കേരള വൃക്ഷ സംരക്ഷണ നിയമം നടപ്പിലാക്കിയ വർഷം 1986. കേരള വൃക്ഷ സംരക്ഷണ നിയമം എന്തിനു വേണ്ടിയിട്ടാണ്? വനനശീകരണം തടയാനും വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് തുടങ്ങിയതാണ് കേരള വൃക്ഷ സംരക്ഷണ നിയമം. അത് നടപ്പിലാക്കിയ വർഷം 1986. അപ്പോൾ 3 വർഷങ്ങളാണ് പഠിച്ചത്. 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത്. 2010 കേരള സംസ്ഥാന ജൈവകൃഷി നയം അവതരിപ്പിച്ചത്. 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ചിട്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് അഥവാ വെട്ടുകൽ മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് അഥവാ വെട്ടുകൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിലെ ഇടനാട് ഭൂപ്രകൃതിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് തന്നെയാണ് ഈ ലാറ്ററൈറ്റ് മണ്ണ്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടനാട് ഭൂപ്രകൃതിയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണിനാണ്. ഈ ലാറ്ററൈറ്റ് മണ്ണിനം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇടനാട് ഭൂപ്രദേശങ്ങളിലാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം. ഇനി നെക്സ്റ്റ് പോയിന്റ്, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ സമുദ്രനിരപ്പിലോ അല്ലെങ്കിൽ താഴെയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊക്കാളി മണ്ണാണ്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ സമുദ്രനിരപ്പിലോ അല്ലെങ്കിൽ താഴെയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം പൊക്കാളി മണ്ണിനമാണ്. നെക്സ്റ്റ് പോയിന്റ്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെ സമുദ്രനിരപ്പിലോ അതിന് താഴെയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കോൾ മണ്ണ്. തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെ സമുദ്രനിരപ്പിലോ അതിന് താഴെയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലോ കാണപ്പെടുന്ന മണ്ണിനമാണ് കോൾ മണ്ണ്. കണ്ണൂർ ജില്ലയിലെ തീരപ്രദേശങ്ങളിലുള്ള ചില പഞ്ചായത്തുകളിൽ കാണപ്പെടുന്ന പ്രത്യേക മണ്ണിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈപ്പാട്ട് മണ്ണാണ്. കണ്ണൂർ ജില്ലയിലെ തീരപ്രദേശങ്ങളിലുള്ള ചില പഞ്ചായത്തുകളിൽ കാണപ്പെടുന്ന പ്രത്യേക മണ്ണിനമാണ് കൈപ്പാട്ട് മണ്ണ്.
അപ്പോൾ 3 തരം മണ്ണിനങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഒന്ന് ലാറ്ററൈറ്റ് മണ്ണാണ്. അത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഈ ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടനാട്ടിലാണ് കാണുന്നത്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത് പൊക്കാളി മണ്ണിനെ കുറിച്ചാണ്. പൊക്കാളി മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത്? ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ സമുദ്രനിരപ്പിലോ അല്ലെങ്കിൽ താഴെയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഈ ഒരു മണ്ണിനം കാണപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത് തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെ സമുദ്രനിരപ്പിലോ അതിന് താഴെയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം കോൾ മണ്ണാണ്. അടുത്ത പോയിന്റ് കണ്ണൂർ ജില്ലയിലെ തീരപ്രദേശങ്ങളിലുള്ള ചില പഞ്ചായത്തുകളിൽ കാണപ്പെടുന്ന പ്രത്യേക മണ്ണിനമാണ് കൈപ്പാട്ട് മണ്ണ്. ഒരു പോയിന്റും കൂടി പഠിച്ചു. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടിലുള്ള ചിറ്റൂർ താലൂക്കിലാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കൃഷിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. കേരളത്തിൽ നെൽകൃഷി നടക്കുന്ന 3 സീസണുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി, പുഞ്ചകൃഷി. വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി, പുഞ്ചകൃഷി ഈ 3 കൃഷികളാണ് കേരളത്തിൽ നെൽകൃഷി നടക്കുന്ന സീസണുകൾ. നെക്സ്റ്റ് പോയിന്റ്, എന്താണ് വിരിപ്പ് കൃഷി? പ്രധാനമായും ഇടവപ്പാതിയെ ആശ്രയിച്ചിട്ടുള്ള നെൽകൃഷിയാണ് വിരിപ്പ് കൃഷി. പ്രധാനമായും ഇടവപ്പാതിയെ ആശ്രയിച്ചിട്ടുള്ള നെൽകൃഷിയാണ് വിരിപ്പ് കൃഷി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, വേനൽ മഴയോടുകൂടി മാർച്ച് ഏപ്രിലിൽ നിലമൊരുക്കി വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങൾ വിതച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൊയ്തെടുക്കുന്ന വിളക്കാലമാണ് വിരിപ്പ് കൃഷി. അപ്പോൾ വിരിപ്പ് കൃഷി പഠിച്ചു. പ്രധാനമായിട്ടും ഇടവപ്പാതിയെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു നെൽകൃഷിയാണ് വിരിപ്പ് കൃഷി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേനൽ മഴയോടുകൂടി മാർച്ച് ഏപ്രിലിൽ നിലമൊരുക്കിയിട്ട് വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്ന മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങൾ വിതച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൊയ്തെടുക്കുന്ന വിളക്കാലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വിരിപ്പ് കൃഷി. നെക്സ്റ്റ് പോയിന്റ്, മുണ്ടകം കൃഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേരളത്തിൽ ശരാശരി നെൽവിളവ് ഏറ്റവും അധികം ലഭിക്കുന്നത് ഏത് നെൽകൃഷി സീസണിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുണ്ടകം കൃഷിയിൽ നിന്നാണ്. കേരളത്തിൽ ശരാശരി നെൽവിളവ് ഏറ്റവും അധികം ലഭിക്കുന്നത് ഏത് നെൽകൃഷി സീസണിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടകം കൃഷിയിൽ നിന്നാണ്. അടുത്ത പോയിന്റ്, സെപ്റ്റംബർ ഒക്ടോബറിൽ കൃഷി ഇറക്കിയിട്ട് ഡിസംബർ ജനുവരിയിൽ വിളവെടുക്കുന്ന കേരളത്തിലെ നെൽകൃഷിയാണ് മുണ്ടകം കൃഷി. സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മാസങ്ങളിൽ കൃഷി ഇറക്കിയിട്ട് ഡിസംബർ ജനുവരിയിലാണ് ഈ ഒരു മുണ്ടകം കൃഷി വിളവെടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, തുലാവർഷത്തെ ആശ്രയിച്ചിട്ടുള്ള നെൽകൃഷിയാണ് മുണ്ടകം കൃഷി. അതായത് തുലാവർഷത്തെ, നേരത്തെ നമ്മൾ പഠിച്ചു ഇടവപ്പാതിയെ ആശ്രയിച്ചുകൊണ്ടുള്ളത് വിരിപ്പ് കൃഷിയാണ്. മുണ്ടകം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുലാവർഷത്തെ ആശ്രയിച്ചു കൊണ്ടുള്ള നെൽകൃഷിയാണ്. അടുത്ത പോയിന്റ്, പുഞ്ചകൃഷി. 3ാം വിള, ഗ്രീഷ്മകാല വിള എന്നിങ്ങനെയും അറിയപ്പെടുന്നതാണ് പുഞ്ചകൃഷി. 3ാം വിള, ഗ്രീഷ്മകാല വിള എന്നറിയപ്പെടുന്നതാണ് പുഞ്ചകൃഷി. നെക്സ്റ്റ് പോയിന്റ്, മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ഏതു കന്നുകാലി ഇനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആടാണ്. മലബാറി, അട്ടപ്പാടി ബ്ലാക്ക്. മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ഏത് കന്നുകാലി ഇനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആടാണ്. അടുത്ത പോയിന്റ്, കാസർഗോഡ് കുള്ളൻ ഏത് കന്നുകാലി ഇനമാണ്? പശുവാണ്. കാസർഗോഡ് കുള്ളൻ. കാസർഗോഡ് കുള്ളൻ ഏതു കന്നുകാലി ഇനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശുവാണ്. അപ്പോൾ മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് ഏത് കന്നുകാലി ഇനങ്ങളാണ്? ആടാണ്. കാസർഗോഡ് കുള്ളൻ ഏത് കന്നുകാലി ഇനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശുവാണ്. നെക്സ്റ്റ് പോയിന്റ്, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളെ പറയുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നറിയപ്പെടുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി റിസർവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ബയോസ്ഫിയർ റിസർവുകൾ ഏവ?
അത് നീലഗിരിയും അഗസ്ത്യമലയാണ്. കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ബയോസ്ഫിയർ റിസർവുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലഗിരിയും അഗസ്ത്യമലയുമാണ്. നെക്സ്റ്റ് പോയിന്റ്, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലോടാണ്, തിരുവനന്തപുരം. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്തുള്ള പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നെക്സ്റ്റ് പോയിന്റ്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒളവണ്ണയാണ്, കോഴിക്കോട്, ഒളവണ്ണ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടുള്ള ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വനവും കൃഷിയും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഇവിടെ പഠിച്ചത്. ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.